നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മൾ ചാനലിൽ പരിചയപ്പെടാൻ പോകുന്നത് വണ്ടർഷെയർ എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത യൂണീക്ക് കൺവേർട്ടർ എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ആക്ച്വലി വെറും ഒരു സോഫ്റ്റ്വെയർ അല്ല, ഒരുപാടധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ കിറ്റ് എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ വണ്ടർഷെയർ യൂണീക്ക് കൺവേർട്ടർ എന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. ഞാനിതിപ്പോൾ ഓൾറെഡി എൻ്റെ മാക് ബുക്കിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് പി സിയിലും അവൈലബിൾ ആണ്, മാക് ഓഎസിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു പെയ്ഡ് ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മെനു സൈഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഓരോന്നിലേക്ക് ഞാൻ വരാം. ആദ്യം തന്നെ നമുക്ക് വീഡിയോ കൺവേർട്ടറിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ, ചില മീഡിയ ഫയൽസൊക്കെ നമ്മൾ പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറേജിലാക്കിക്കൊണ്ട് ചില DVD പ്ലെയർ അല്ലെങ്കിൽ ചില TVയിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ ആകാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ ഫോണിലേക്ക് ചിലപ്പം MOV ഫയൽസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് പ്ലേ ആകാതെ വരിക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടൂൾ കിറ്റാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള, ഒരുപാടധികം ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് തീർച്ചയായും വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ വീഡിയോ കൺവേർട്ടർ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇതിൽ തന്നെ 2 പ്ലസ് ഐക്കൺസ് കാണാം. അതിലൊന്ന് ഫയൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അതിൽ തന്നെ ആഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ഫോൾഡർ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഫോൾഡർ ഫുള്ളോടെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസിൽ നിന്നാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്താണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു CD ഒരു ഐക്കൺ ഉണ്ട് കേട്ടോ. അത് ആക്ച്വലി DVD ആണ് സംഭവം. നിങ്ങൾക്ക് പഴയ DVD കളക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതുപോലെ തന്നെ ISO ഫയൽ, IFO ഫയലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൺവേർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നൊരു ടാബും ഉണ്ട്, ഫിനിഷ്ഡ് എന്ന് പറയുന്ന വേറൊരു ടാബും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ഫയൽസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളൊരു ഫയൽ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ മലയാളം ടെക്കിൻ്റെ ഒരു പഴയ ഇൻട്രോ ആണ്. ഞാൻ ആ ഫയൽ ആഡ് ചെയ്യാം. ടൈറ്റിൽ കാണാം ആ വീഡിയോയുടെ. അതുകൂടാതെ ഇത് MP4 ഫോർമാറ്റിലാണ് ഉള്ളത്. ഫുൾ HD റെസൊല്യൂഷനാണ്. 19.7 MB ആണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ ഡ്യൂറേഷനും കാണാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഔട്ട്പുട്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ MP4 സെയിം റെസൊല്യൂഷനൊക്കെ തന്നെയാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ടാബ് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഫോർമാറ്റ്സ് കാണാം. MP4, MOV, MKV, M4V, AVI, അങ്ങനെ ഒരുപാട് ഫോർമാറ്റ്സ് ആണ് താഴോട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ ഫ്ലാഷ് ഫോർമാറ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ യൂട്യൂബ്, ഫേസ്ബുക്ക്, വീമിയോ, ഇങ്ങനെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയുള്ള കംപ്രഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിന് പറ്റിയ കൺവേർഷൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ MP4 നിന്ന് MOV എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിം ആസ് സോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ആദ്യം കിടക്കുന്നത്. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഫുൾ HD ആണല്ലോ, നമുക്ക് 720p ആക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺവേർട്ട് കൊടുത്താൽ മതിയാവും. അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് DVD ഒക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സബ് ടൈറ്റിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൽ തന്നെ മൾട്ടി ട്രാക്സ് വരും. ചില സിനിമകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും അങ്ങനെ ട്രാക്സ് സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചിലപ്പം മലയാളം ട്രാക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഫോ ടാബുണ്ട്. ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ മെറ്റാ ഡാറ്റ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ എപ്പിസോഡ് നെയിം, ആക്ടേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് തംബ്നെയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആൽബം ആർട്ട് എന്ന് പറയും, ആർട്ട് വർക്ക്, അത് ആഡ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇവിടെ വേറൊരു ഐക്കണുണ്ട്. ഇതാണ് മറ്റൊരു മെയിൻ സാധനം. അത് കംപ്രസർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ സൈസ് ഇപ്പോൾ 19.7 ആണ് ഇതിൻ്റെ മാക്സിമം സൈസ് വരുന്നത്. നിങ്ങൾക്ക് അത് വേണ്ട, ഒരു 10 MB മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്ലൈഡ് ചെയ്ത് 10 MB ആക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഈ വീഡിയോയുടെ ബിറ്റ് റേറ്റ് ഈ സോഫ്റ്റ്വെയർ തന്നെ സ്മാർട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു സൈസ് ചൂസ് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് ഈ വീഡിയോ കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ഞാനതൊരു 10 MB കൊടുക്കുകയാണ്. ഓക്കെ, അതുകൂടാതെ ഇവിടെ 3 ഓപ്ഷൻ കൂടി ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിൽ ഒരെണ്ണം ട്രിമ്മാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ സർട്ടൺ ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ടെക് അപ്ഡേറ്റ്സ് എന്ന് എഴുതി വരുന്നിടം തൊട്ട് എനിക്കിത് ട്രിം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് ടെക് അപ്ഡേറ്റ്സ് എന്നുള്ളത് വരുന്നിടത്ത് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ട്രിമ്മായി. ഇനി ഇവിടെ മുതലുള്ള വീഡിയോയെ ഫൈനൽ ഔട്ട്പുട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഫോട്ടോ ഒക്കെ ക്രോപ്പ് ചെയ്യുമല്ലോ ഗാലറിയിൽ, അതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് താഴെ കാണുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെന്നുള്ളതിൻ്റെ. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷനും മാറും, അത് മറ്റൊരു കാര്യമാണ്, അത് ഓർത്തണം. അതുകൂടാതെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്.
ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മിറർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു എഫക്ട്സ് പാനലുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഓട്ടോ എൻഹാൻസ് എന്ന് പറഞ്ഞൊരു സ്മാർട്ട് മോഡുണ്ട്. അത് ആ വീഡിയോ കണ്ടിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അതിന് തന്നെ തോന്നുന്ന രീതിയിൽ ചെയ്തു തരും. ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. ഈ സാധനവും കുറേ ഫിൽറ്റേഴ്സാണ്. നമുക്ക് എന്തെങ്കിലും ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ വരും. അപ്പോൾ ഞാൻ റീസെറ്റ് കൊടുക്കുകയാണ്, എന്നിട്ട് ക്യാൻസൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കൺവേർട്ട് എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ തന്നെ ഹൈ സ്പീഡ് കൺവേർഷൻ ഉണ്ട്. ഇത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ പ്രോസസ്സിംഗ് പവർ യൂസ് ചെയ്ത് സ്പീഡായിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് തരും. ഞാൻ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡും ഓഡിയോ റെക്കോർഡിങ്ങും എല്ലാം ലാപ്ടോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് ഓഫാക്കാണ്. ഇത് കൺവേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ പ്രോഗ്രസ് കാണാം, ഒരു ടൈം ബാർ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്നായത്. നിങ്ങൾ വലിയ സിനിമ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും അത് റെൻഡർ ആകാനും ഔട്ട് വരാനും. പിന്നെ ഇത് ഒരു ജിംഗിൾ കേൾക്കാം ഇത് തീരുമ്പോഴത്തേക്ക്. പിന്നെ ഫിനിഷ്ഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കണ്ടോ, നമ്മളിത് കൺവേർട്ട് ചെയ്ത 10 MB ആണ് കൊടുത്തതെന്നാൽ പോലും അതിൽ നിന്ന് നമ്മൾ ക്രോപ്പ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഇൻഫർമേഷൻ അതിൽ നിന്ന് കുറേ പോയി. അപ്പോൾ വീണ്ടും സൈസ് തന്ന് 4.1 MB ആയിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്തേക്കുന്ന ആ വിഷ്വലാണത്. ഓക്കെ, ഈ വീഡിയോ കൺവേർട്ടറിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് വീഡിയോ ഡയറക്റ്റായിട്ട് MP3 അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റിലേക്കും കൺവേർട്ട് ചെയ്യാം. ഈ സെറ്റിങ്സിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓഡിയോ എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ MP3, WAV ഏത് ഫോർമാറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. OGG എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്മാർട്ട് ഫോണിൻ്റെ റിംഗ് ടോൺ ഫോർമാറ്റാണ്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ ഡിവൈസ് എന്ന് മറ്റൊരു ഓപ്ഷനുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിന് പറ്റുന്ന ഫോർമാറ്റ് ഏതാണോ അതിലേക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ഇത് തന്നെ ഗെയിംസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കണ്ടുപിടിച്ച് എടുക്കേണ്ട ഏത് ഫോർമാറ്റാണെന്ന് ഇതിൽ നിന്ന് തന്നെ പ്രിസെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണുള്ളത്. അതായത് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ വരുന്ന ഏതൊരു ഫോർമാറ്റാണോ ആ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഇതുണ്ട് പ്രോഗ്രസ് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ആപ്പിളിൻ്റെ കംപ്രഷനാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അതും മാറ്റാം. ഓക്കെ, അതൊന്നും പോരാതെ നമുക്ക് എന്തെങ്കിലും തപ്പിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട ഫോർമാറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 3GB ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ നോക്കാനുള്ളത് അടുത്തതാണ്, അത് ഓഡിയോ കൺവേർട്ടർ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓഡിയോസ് ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ മറ്റേതിൽ നിങ്ങൾക്ക് വീഡിയോയും കൺവേർട്ട് ചെയ്യാം, അതും ഒരു ഓപ്ഷനാണ്. ഇനിയുള്ളത് ഡൗൺലോഡറാണ്. ഇതിൻ്റെ മറ്റൊരു മെയിൻ ഘടകമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10,000 വെബ്സൈറ്റുകളിൽ നിന്ന് വീഡിയോ ഡയറക്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. അത് വലിയൊരു ഫീച്ചറാണ്. ഇപ്പം നമുക്ക് ഒരു 100 വീഡിയോസ് അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റാണ് നമ്മൾ ഒരു വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഇത് കണ്ടോ, ഈ ആഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് URL എന്നുള്ളൊരു ഓപ്ഷനാണ് കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആകും. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഡൗൺലോഡ് ദെൻ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫോർമാറ്റിലേക്ക് ഈ വീഡിയോ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഹൈ സ്പീഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാം. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഇൻ്റർനെറ്റിൻ്റെ കേപ്പബിലിറ്റിയും ഈ ആപ്ലിക്കേഷന് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൈ സ്പീഡ് ഡൗൺലോഡ് എടുക്കാം. അപ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് ആ ഫുൾ സ്പീഡിൽ ഇത് ഡൗൺലോഡ് ചെയ്യും. ഇനിയുള്ളത് വീഡിയോ കംപ്രസറാണ്. ഇത് ഒരു മെയിൻ അടുത്ത ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ് അല്ലേ, നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ റെൻഡർ ചെയ്ത് നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം തോന്നുമ്പോഴത്തേക്ക് വാട്സാപ്പിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് ട്രിം ചെയ്യാൻ പറയും. ഇത്രയും ഡാറ്റ ഉള്ള വീഡിയോ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇച്ചിരി ഡ്യൂറേഷൻ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പം ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ പ്ലസ് എടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 1.1 GB ഫയൽ സൈസുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ റെസൊല്യൂഷനും സംഭവങ്ങളെല്ലാം ഇവിടെ എഴുതിയേക്കുന്നു. അപ്പോൾ നമ്മളിത് കംപ്രസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കിടക്കുന്ന കംപ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് കംപ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഈ സ്ലൈഡർ യൂസ് ചെയ്ത് നമുക്ക് കംപ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏറ്റവും മിനിമം കുറയ്ക്കുകയാണ്, 46.8 MB ആണ് ഇത് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. അത് MOV മാറ്റി ഞാൻ MP4 ആക്കുകയാണ്. റെസൊല്യൂഷനൊക്കെ സ്മാർട്ട് ഫിറ്റ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതനുസരിച്ച് അത് ചൂസ് ചെയ്തോളും എത്രയാണെന്നുള്ളത്. നമുക്കിവിടെ പ്രിവ്യൂ നോക്കാം, നമ്മുടെ വീഡിയോയുടെ ഔട്ട് എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. അതൊരു അല്പസമയം എടുക്കും. ആദ്യത്തെ ഒരു ഇച്ചിരി നേരം അത് കൺവേർട്ട് ചെയ്ത് നമ്മളെ കാണിക്കും എങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ ഔട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ ലാസ്റ്റ് വീഡിയോ. കണ്ടോ, ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഒരു കംപ്രഷൻ കഴിഞ്ഞ് വരുന്നത്. ഇപ്പോൾ മൂവിങ് ഷോട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഡീറ്റെയിൽസ് ഒന്നും ഒട്ടുമില്ല, ബിറ്റ് റേറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് തന്നെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മാക്സിമം കുറച്ച് നമുക്ക് സെൻഡ് ചെയ്യാവുന്ന രീതിയിലാക്കി തരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. അത് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ സ്റ്റാർട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് സ്റ്റാർട്ടാകും. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞെക്കി കഴിഞ്ഞാൽ
ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. ഇപ്പം ബൈ ഡീഫോൾട്ട് ഇത് വരുന്നത് മൂവീസിൽ വണ്ടർഷെയർ യൂണി കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ ഇങ്ങനെയാണ് വരുന്നത്. അതിൽ കൺവേർട്ടഡ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോ കാണാം. ഡൗൺലോഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ഡൗൺലോഡ് ചെയ്യുന്നത് അതിൻ്റെയും കാണാം. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നിന്നൊരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത വിഷ്വൽസ് ഉണ്ടെങ്കിൽ അത് കാണാം. അങ്ങനെ എല്ലാം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ കണ്ടോ റെഡ്യൂസ് ഫയൽ സൈസ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം എത്രയാണ് വേണ്ടതെന്നുള്ളത് ബൈ ഡീഫോൾട്ട്. ഇപ്പം ഞാനിത് 60% വരെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ വീഡിയോ ആഡ് ചെയ്യുമ്പം അത് ഓൾമോസ്റ്റ് 60% കംപ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഒരു 4K ക്ലിപ്പാണ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 226 MB ആണ്, 18 സെക്കൻഡുള്ളൊരു ക്ലിപ്പാണ്. അപ്പോൾ അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് 90 MB ആക്കാം. ഇനി അതല്ല അതിലും താഴണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാനിപ്പോൾ 500 kbps ആക്കാണ്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഔട്ട് എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ 1.5 MB ആണ്. 1.5 MB എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഒട്ടും ക്വാളിറ്റി ആണല്ല. സോ ഞാൻ ഇച്ചിരി കൂട്ടാം, ഒരു 10 MB ആക്കിയിട്ട് നമുക്കൊന്ന് കംപ്രസ് ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് 9.8 MB നമ്മുടെ വീഡിയോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫയൽ കാണിക്കുക. ഇതായിരുന്നു നമ്മുടെ ഫയൽ. 226 MB ഈ ഒരു 4K വീഡിയോ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. നമുക്ക് ആ കൺവേർട്ട് ചെയ്ത വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, അധികം ക്വാളിറ്റി വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല കണ്ടോ. പക്ഷേ മൂവിങ് ഫ്രെയിംസ് വരുമ്പോഴത്തേക്ക് ബിറ്റ് റേറ്റ് കുറഞ്ഞതിൻ്റെ അറിയാനുണ്ട് ആ വാൾപേപ്പറിലൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അത് വീഡിയോ എഡിറ്ററാണ്. ഇതിൽ തന്നെ ട്രിം, വാട്ടർമാർക്ക്, ക്രോപ്പ്, എഫക്റ്റ്, സബ്ടൈറ്റിൽ, ഓഡിയോ, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെയുള്ളത് മെർജറാണ്. ഇത് മറ്റൊരു മെയിൻ ഫീച്ചറാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ചുമ്മാ മൊബൈലിൽ കുറച്ച് വീഡിയോസ് എടുക്കുകയാണ്, ഒരു 10-20 വീഡിയോസ് എടുത്തെന്ന് വിചാരിച്ചോ, അതെല്ലാം കൂടെ മെർജ് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റ ക്ലിപ്പാക്കാൻ സാധിക്കും. അപ്പോൾ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ സഹായം വേണ്ട, ജസ്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ തന്നെ എഡിറ്റ് ചെയ്തത് ഒറ്റ ഫയലാക്കി തരും. അപ്പം ഇതിലിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ആർട്ട് ഫയൽസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ വെക്കേഷനിൽ പണ്ട് കൊച്ചിലെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, ഒരു ഡിജിറ്റൽ ക്യാമറയിൽ. ആ ക്ലിപ്പ് ഇത് കിടപ്പുണ്ട്. ഇത് ഞാൻ VCDയിൽ നിന്ന് റീഡ് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാൻ ആ ഫയൽസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മെർജ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുകയാണ് MP4ലേക്ക്. കാരണം ഇത് ഡാറ്റ് ഫോർമാറ്റാണ്. ഡാറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VCDയിലേക്ക് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡാറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തംബ്നെയിൽസ് ഒക്കെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു എന്താണ് ഒരു രസത്തിന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ചെയ്തൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ വീഡിയോ എല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഇത് കണ്ടോ, ഇത് ഞാനാണ് കേട്ടോ ഈ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നത്. പുറകിൽ എൻ്റെ അനിയനും ഒരുപ്പുണ്ട്, അതിൻ്റെ കസിൻ ബ്രദറാണ്. അങ്ങനെ കുറേ കോമഡി ക്ലിപ്സാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ CD ഇട്ട് കാണുകയെന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോസിബിൾ ആണല്ലോ. നമ്മുടെ VCD പ്ലെയറിലൊക്കെ ഈ സാധനം ഒന്നും എടുക്കത്തില്ല, കാരണം ഫുൾ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെയാണ്. ഞാനപ്പോൾ ഇത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഡാറ്റ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഒന്ന് മെർജ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ബാക്കിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സ്ക്രീൻ റെക്കോർഡറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓൾറെഡി ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, വേറെ സോഫ്റ്റ്വെയർ വെച്ചാണ് ചെയ്യുന്നത്. ഇനി മുതൽ എനിക്ക് ഈ ഒരു സംഭവം വെച്ച് ചെയ്യാം. ഇതിൽ കുറേ കൂടെ ആഡഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പേ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ കൂടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ആപ്ലിക്കേഷനാണ്, പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളത് DVD ബേർണർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇത് ആരൊക്കെ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പണ്ട് നീറോ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ CD-യിലേക്ക് റൈറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു സിമിലർ ഫീച്ചറാണ്, അതും ഇതിൽ എംബഡഡ് ആണ്. ഇനിയിപ്പോൾ ആരൊക്കെ DVD ബേർണറൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. DVD റൈറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നും അറിയില്ല. ലാപ്ടോപ്പിലൊക്കെ CD ഡ്രൈവൊക്കെ കാണാതായി തുടങ്ങി. പഴയ കമ്പ്യൂട്ടറുകളിൽ എന്തെങ്കിലും ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അതെന്തായാലും ഞാൻ അത് കവർ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ബേസിക്കലി ഒരു സംഭവം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെയുള്ളത് ട്രാൻസ്ഫറാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൺവേർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഐഫോണിലേക്കും ആൻഡ്രോയിഡിലേക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെനുവാണിത്. പിന്നെ ഉള്ളതാണ് ടൂൾ ബോക്സ്. ഇതിൽ ഇവർ കുറേ അധികം ഫീച്ചേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇമേജ് കൺവേർട്ടർ, അപ്പം നമ്മുടെ വീഡിയോ കൊണ്ടും തീരുന്നില്ല. ഇമേജ് ഫയൽസ് നിങ്ങൾക്ക് വേറെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ JPG ഫോർമാറ്റ് ജിഫിലേക്ക് ആക്കണം, അല്ലെങ്കിൽ PNG ആക്കണം, അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഇമേജ് കൺവേർട്ടർ എന്ന് പറയുന്ന ഈ ഒരു മെനു യൂസ് ചെയ്യാം. ഇവിടെ കണ്ടോ JPG, PNG, TIFF, PDF, ഫോട്ടോഷോപ്പ് ഫോർമാറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നുള്ളത് ജിഫ് മേക്കറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ആനിമേഷൻ ക്ലിപ്സൊക്കെ വീഡിയോയിൽ നിന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. വീഡിയോ ടു ജിഫ് ഉണ്ട്, ഫോട്ടോസ് ടു ജിഫ് ഉണ്ട്. നിങ്ങൾ മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അത് ആനിമേറ്റ് ചെയ്ത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ അതുകൂടാതെ ഫിക്സ് മീഡിയ മെറ്റാഡാറ്റ, അത് ഓട്ടോ ഫിക്സ് ആണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മെറ്റാഡാറ്റ കറപ്റ്റായി പോയ ഫയൽസൊക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ CD കൺവേർട്ടർ, നിങ്ങൾ CD-യിലെ മ്യൂസിക് നിങ്ങൾക്ക് MP3 ഫയൽ അല്ലെങ്കിൽ വേവ് ഫോർമാറ്റിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. CD ബേർണർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ DVD ബേൺ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് CD ബേൺ ചെയ്യാം. അതും ഒപ്റ്റിക്കൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ. പിന്നുള്ളത് VR കൺവേർട്ടറാണ്. നിങ്ങൾക്ക് സാധാരണ വീഡിയോ VR ഹെഡ്സെറ്റ് വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും മെർജർ ആപ്ലിക്കേഷനും കൂടെ മുമ്പേ പറഞ്ഞ പോലെ ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്.
കണ്ടോ, ഇത് വളരെ സൈസ് കുറവാണ്. ഇത് സി ഡിയിൽ റൈറ്റ് ചെയ്തപ്പോൾ 8 MB 700 KB 500 KB ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അത് റെൻഡർ ചെയ്യാണ്. ഞാൻ എന്തായാലും അത് കൺവേർട്ട് ചെയ്തിട്ടേക്കാണ്. അതിൻ്റെ റെസൊല്യൂഷൻ കണ്ടാൽ തന്നെ അറിയാം 352/264. അത് പഴയ VCDകളിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് റെസൊല്യൂഷനാണ്. ഒട്ടും ക്വാളിറ്റി ഇല്ല അതിനൊന്നും. എന്തായാലും കൊള്ളാം. ഇത് എനിക്ക് തോന്നുന്ന ഒരു 2006 സമയത്തെയാണെന്ന് തോന്നുന്നു ഈ ഒരു ക്ലിപ്സൊക്കെ. ഞാൻ കറക്റ്റ് ഇയർ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പഴയ അമ്മ വീട് പൊളിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോയി CD തപ്പിയെടുത്തുകൊണ്ട് വന്നതാണ്. തപ്പിയപ്പോൾ സത്യം പറഞ്ഞാൽ വീട് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ CD ആണ്. ലൈക്ക് ഒരു ട്രഷറായിരുന്നു അത്. ഞാനത് കൊണ്ടുവന്നു അത് അച്ഛൻ്റെ കമ്പ്യൂട്ടറിലിട്ടിട്ട് CD ഡ്രൈവിലിട്ട് സംഭവം എല്ലാം കോപ്പി ചെയ്തെടുത്തു. അത്രയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സംഭവങ്ങൾ മെർജിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒറ്റ ക്ലിപ്പായിട്ട് 50 MB ക്ലിപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഓഡിയോ കേൾക്കുന്നുണ്ട്. കണ്ടോ, അത് ഒറ്റ ക്ലിപ്പായിട്ട് മാറി. അത് മുഴുവൻ ഒരു ക്ലിപ്പാണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം. ആക്ടിങ് സ്കിൽസൊക്കെ കണ്ടോ. ഇതൊന്നും ആരും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന സാധനമാണ്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കാണുന്ന സാധനമാണ്. ഓക്കെ, എനിവേ, മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.